അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, ഞാനിവിടെ രണ്ട് തരം ഉപ്പേരി റെസിപ്പികളുമായിട്ടാണ് വന്നിട്ടുള്ളത്. തക്കാളി ഉപ്പേരിയും ചെമ്മീൻ ഉപ്പേരിയും. നമുക്ക് ചോറിൻ്റെ കൂടെയും ദോശൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഫസ്റ്റ് ഞാൻ ഇവിടെ തക്കാളി ഉപ്പേരിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് ഫസ്റ്റ് വേണ്ടത് നല്ല പഴുത്ത തക്കാളി ചെറുതായി കട്ട് ചെയ്തത്, ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത്, 3 പച്ചമുളക്. അതിൽ ചമ്മന്തി റെഡിയാക്കാൻ വേണ്ടി 1/2 കപ്പ് തേങ്ങ വേണം, ഒരു പച്ചമുളക് വേണം, 5-6 ചെറിയ ഉള്ളി കൂടെ വേണം. നമുക്ക് ഒരു പാത്രം വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നാൽ അതിലേക്ക് നമുക്ക് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകിപ്പോൾ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളക് ചേർത്ത് ഒന്ന് വാട്ടിയെടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ച ഒരു സവാള കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. സവാള നന്നായി വാടിയിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളി കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അടച്ചു വെച്ച് 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ചമ്മന്തി തയ്യാറാക്കാം. ചെറിയ ഉള്ളി, പച്ചമുളക്, തേങ്ങ, ആവശ്യത്തിന് മുളക് കൂടെ ചേർത്ത് കൊടുക്കുക, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് തുറന്നു നോക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം തേങ്ങ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം അടച്ച് വെച്ച് സിമ്മിലിട്ട് 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. തക്കാളി ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത നമുക്ക് ചെമ്മീൻ ഉപ്പേരി തയ്യാറാക്കിയെടുക്കാം. കറിവേപ്പില, പകുതി സവാള, 4 പച്ചമുളക്, ചെമ്മീൻ ഉപ്പും മഞ്ഞളിട്ട് വേവിച്ചതാണ്, ചെറുതായി കട്ട് ചെയ്തത്. ചമ്മന്തി റെഡിയാക്കാൻ വേണ്ടി 2 പച്ചമുളക്, കുറച്ച് തേങ്ങ, ചെറിയ ഉള്ളി. ആദ്യം നമുക്ക് ചമ്മന്തി തയ്യാറാക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത നമുക്കൊരു പാത്രം വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടായി വന്നാൽ അതിലേക്ക് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം സവാള, പച്ചമുളക് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. നന്നായി വാടിയിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച ചെമ്മീനും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം അതിലേക്ക് നമുക്ക് ചമ്മന്തി കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. ആവശ്യത്തിന് കറിവേപ്പില കൂടെ ചേർക്കാം. ശേഷം അടച്ച് വെച്ച് 1 മിനിറ്റ് ഒന്ന് സിമ്മിലിട്ട് വേവിച്ചെടുക്കാം. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ഉപ്പേരിയും തക്കാളി ഉപ്പേരിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കമൻസ് എല്ലാം അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.